ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റവ കൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എത്രയും പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള 2 ചെറുതരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയും 1 ടീസ്പൂൺ നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ഒരു കപ്പ് റവയിലേക്ക് ആവശ്യമായ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കാൻ വെച്ച് കൊടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നെയ്യും ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കണം. ആ കടുക് പൊട്ടിക്കുന്നതിന് നെയ്യും എണ്ണയും നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും 1 പച്ചമുളകും, മതിരിപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 1 പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. വേഗം വഴറ്റി കിട്ടുന്നതിന് വേണ്ടി ഒരൽപ്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു റവ ഉപ്മാവാണിത്. ഇനി അതിലേക്ക് ഒരു കറുകപ്പട്ടയുടെ പീസ് എടുത്ത് വെച്ചിരുന്നു, അത് 2-3 കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം. അത് വാടി വരുമ്പോഴേക്കും നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന റവ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായി വറുത്ത് കൊടുക്കാം. തക്കാളി ഞാൻ അതിലേക്ക് എടുത്ത് വെച്ചിരുന്നു, അത് ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചിട്ടില്ല. തക്കാളിയും കൂടി എടുത്താൽ ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. റവ ഉപ്മാവ് എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും വെറുപ്പാണ്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി അതിലേക്കൊരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വഴറ്റി കിട്ടിയ കൂട്ടിലേക്ക് ആ റവ ഇട്ട് നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തിട്ട് സ്റ്റവിൽ ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. നന്നായി വരുന്ന സമയത്ത് അതിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്മാവ് വളരെ ടേസ്റ്റിയായ ഉപ്മാവായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വറുത്തെടുക്കണം. ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കാതെയോ കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു മുളക് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇവിടെ എരി കൂടുതൽ ഇഷ്ടമില്ലാത്തവരാണ്. അതിലേക്ക് ഇനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വരുന്നുണ്ട്. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, കട്ട പിടിക്കാൻ വയ്ക്കാതെ നന്നായി മിക്സ് ചെയ്ത് തന്നെ. ഞാൻ ലൂസ് റവയാണ് ഉണ്ടാക്കാറ്. ഇത് നന്നായിട്ട് വറുത്ത റവയായതുകൊണ്ട് ഫ്രൈ ആയിട്ട് ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം കുറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും റവയ്ക്ക് ലൂസായിട്ടാണെങ്കിൽ ഇതിലേറെ വെള്ളം എടുക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് അടിക്കും, ബെല്ലൈക്കൻ അമർത്തി ഓളെന്ന ബട്ടൺ അമർത്തി എന്നെ ഹെൽപ്പ് ചെയ്യണേ. ആയിക്കോട്ടെ, വീണ്ടും ഒരു വീഡിയോയുമായി വരും വരെ ഇൻഷാ അല്ലാഹ്.